നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നിന്നോട് എത്രയധികം ദ്രോഹം ചെയ്തവളാ നിധി. എന്നിട്ടും അവളുടെ വീട്ടുകാരോട് ഇത്രയും മര്യാദയോടെ പെരുമാറാൻ നിനക്ക് എങ്ങനെ കഴിയുന്നു? ഇതൊക്കെ അവൾക്ക് തെറ്റ് ചെയ്യാനേ കൂടുതൽ പ്രോത്സാഹനമാവും. എനിക്ക് അവൾക്കും ഇടയില് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. എനിക്ക് അവളെ ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. എങ്കിലും നിന്റെ ഭാര്യ എന്ന പദവിക്കനുസരിച്ചുള്ള മര്യാദ ഞാൻ അവൾക്ക് കൊടുത്തിരുന്നു. അതിനി പറ്റില്ല. അവളെ നിന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കണം. അല്ലെങ്കിൽ നിന്റെ സമാധാനം എന്നേക്കുമായിട്ട് നഷ്ടപ്പെടും. ഇത് പറയാനാണോ അമ്മ ഇങ്ങോട്ട് വന്നത്? ഒരു വലിയ അപകടത്തിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ടതാ ഞാൻ. എന്നെ കാണുമ്പോൾ ആദ്യം എന്റെ സുഖവിവരങ്ങൾ അന്വേഷിക്കാം. നിധിയുടെ വീട്ടുകാർ വന്നത് അതിനാണ്. അവരെ അവളെയും പോലെ കപട സ്നേഹത്തോടെ കണ്ണീരൊഴുക്കാൻ എന്നെ പ്രതീക്ഷിക്കണ്ട. ഞാൻ അവളുടെ തോന്നിയവസ്ഥയെ പറ്റി പറയുമ്പോ നിനക്കെന്താ ഇത്ര ടെൻഷൻ? ഏതാണ് നല്ലത് ഏതാണ് മോശമെന്ന് എനിക്കറിയാം. എന്നിട്ടാണോ മിഥുൻ അയച്ച വീഡിയോ കണ്ടിട്ടും നീ അവളെ സഹിക്കുന്നത്? ഇവിടുന്ന് ഡിസ്ചാർജ് ആയാൽ ഉടൻ തന്നെ അവളെ ഡിവോഴ്സ് ചെയ്യണം. എടാ, അവളോടുള്ള ദേഷ്യം നീ ഇവിടെ പ്രകടിപ്പിക്കണ്ട. പ്ലീസ്, അതേക്കുറിച്ച് നമുക്ക് ഇപ്പൊ സംസാരിക്കണ്ട. വേണം. വിശ്വസ്തതയില്ലാത്ത ഒരുത്തിയെ ഈശ്വരമംഗലത്തിൽ ഞാൻ വെച്ച് പൊറുപ്പിക്കില്ല. നിധിയെ എനിക്കറിയാം. അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എല്ലാ കാര്യങ്ങളും എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇത്രയും തെളിവുകൾ ഉണ്ടായിട്ട് നിനക്ക് അവളെ വിശ്വാസോ? എന്ത് തെളിവുകൾ? അതൊക്കെ ഇന്നത്തെ കാലത്ത് ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാം. നമ്മളിപ്പോ ഈ റൂമിൽ നിൽക്കുകയാണ്. വേണമെങ്കിൽ നമ്മളിപ്പോ നയാഗ്ര വെള്ളച്ചാട്ടത്തിന്റെ മുമ്പിലാണെന്ന് വരുത്തി തീർക്കാം. അത്തരത്തിൽ നിധിയുടെ അതേ സാരി എടുത്ത മറ്റൊരുത്തിയെ വെച്ച് മിഥുൻ ഉണ്ടാക്കിയെടുത്തതാണോ ഫേക്ക് വീഡിയോ? കല്യാണത്തിന് പോലും കള്ളം പറഞ്ഞവളാ അവള്. നിനക്ക് മുമ്പേ അവള് മിഥുനെ കല്യാണം കഴിച്ചതാണ്. അതൊക്കെ അയാൾ പറയുന്ന കള്ളക്കഥയാണ്. അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. നിധിയുടെ പുറകെ നടന്ന് ശല്യപ്പെടുത്തിയിരുന്ന ഒരു സൈക്കോ ആണ് അയാൾ. നിധി നിനക്ക് എന്തോ കൈവശം തന്ന് മയക്കിയിരിക്കുക. ശരിയാണ്. അവൾ എനിക്ക് തന്ന കൈവശത്തിന്റെ പേര് സ്നേഹം എന്നാ. എന്നെ വിശ്വസിച്ച് കൂടെ വന്നവളാണ് നിധി. ഒരു കാലത്ത് ഞാൻ അവളെ കൈവിടില്ല. ഇവിടുന്ന് ഇറങ്ങിയാൽ മിഥുൻ ആരാണെന്നും അവന്റെ ഉദ്ദേശം എന്താണെന്നും കണ്ടുപിടിക്കും. നിങ്ങളുടെയൊക്കെ മുമ്പിൽ അവന്റെ മുഖം മൂടി ഞാൻ പിച്ച് ചീന്തും. അതുവരെ നിധിയോട് ആരും അതിനെക്കുറിച്ച് സംസാരിക്കാൻ പാടില്ല. സംസാരിച്ചാൽ അത് പിന്നെ എന്നെ അപമാനിക്കുന്നതിന് തുല്യമായിട്ട് ഞാൻ കാണൂ. ഓക്കെ ഗൗതം, ടേക്ക് റെസ്റ്റ്. ഞാൻ പിന്നെ വരാം. ശരി.